നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 ലെസ്ബിയൻ കപ്പിൾ ആയിട്ടുള്ള നൂറ ആദില രണ്ടുപേരും തമ്മിൽ ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് പറയാൻ പോണത്. സീസൺ 7 സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടാഴ്ചയായിട്ടുണ്ട്. രണ്ടാമത്തെ ആഴ്ച ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീക്കെൻഡ് എപ്പിസോഡൊക്കെ വന്നു കഴിഞ്ഞ് ലാലേട്ടൻ വന്നു പോയി കഴിഞ്ഞാൽ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കയറും. അപ്പൊ ഇത്രയും ദിവസങ്ങൾക്കുള്ളില് ഞാൻ ഏറ്റവും അധികമായിട്ട് നോക്കിയിട്ടുള്ള കാര്യമാണ് സോഷ്യൽ മീഡിയയിലെ ഈ നൂറയുടെ സൗന്ദര്യത്തെ കുറിച്ചുള്ള വർണ്ണന പോസ്റ്റുകൾ. നമ്മൾ എപ്പോ ഫേസ്ബുക്ക് കയറി കഴിഞ്ഞാലും അതിനകത്ത് കയറി കഴിഞ്ഞാലും ഏറ്റവും ആദ്യമായിട്ട് നമ്മുടെ ഫീഡിൽ വരുന്ന സംഭവമാണ് നൂറയുടെ സൗന്ദര്യത്തെ കുറിച്ച് വർണ്ണിക്കുന്ന കുറേ എഴുത്തുകൾ, കുറേ പേജിൽ നിന്ന് വരുന്നുണ്ട്. ഇതൊക്കെ പെയ്ഡ് ആണോ അല്ലെന്നൊന്നും അറിയില്ല, പക്ഷെ ഒരുപാട് പേജിൽ നിന്ന് നിരന്തരമായിട്ട് സാധനം വന്നുകൊണ്ടിരിക്കുകയാണ്. നൂറ സുന്ദരിയാണ്, വാവ് എന്ത് അടിപൊളിയാണ് കാണാന്, ഈ സീസണിലെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി നൂറയാണ്, അവളെ മറികടക്കാൻ മറ്റൊരു പെൺകുട്ടി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, നല്ല കാര്യമാണ്, ഒരാളുടെ സൗന്ദര്യത്തെ കുറിച്ച് വർണ്ണിക്കുന്നു, നല്ല കാര്യമാണ്. പക്ഷെ അപ്പോഴും അതിനൊരു മോശമായിട്ടുള്ള ഒരു വശമുണ്ട്. അതായത് ബിഗ് ബോസ് എന്ന് പറയുന്നത് പൊതുവെ സൗന്ദര്യത്തെ അടിസ്ഥാനമാക്കിയിട്ട് പോകുന്ന ഗെയിം അല്ല. അവിടെ കഴിവ്, വ്യക്തിത്വം തുടങ്ങിയിട്ടുള്ള പല ഘടകങ്ങൾക്കുമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ബുദ്ധിയുള്ളവന് മുൻപോട്ട് പോകാൻ പറ്റുന്ന, വിന്നർ ആവാൻ പറ്റുന്ന ഒരു ഗെയിം ഷോയാണ് ബിഗ് ബോസ്. അപ്പൊ അവിടെ പോകുന്ന സമയത്ത് പോലും, അതിനകത്ത് ബുദ്ധിയും വ്യക്തിത്വവും കളക്കേണ്ട സമയത്ത് പോലും അവിടെയും സൗന്ദര്യത്തെ പൊക്കി പിടിച്ച് ആരെങ്കിലുമൊക്കെ വരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും കാണുന്നവർ ചിന്തിക്കും സൗന്ദര്യം എന്ന് പറയുന്നത് എല്ലായിടത്തും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഗതിയാണെന്ന്. ഈ സൗന്ദര്യമാണ് എല്ലാത്തിന്റെയും മാനദണ്ഡം എന്ന് പറയുന്ന ഒരു തെറ്റായിട്ടുള്ള ധാരണ ഒരുപാട് പേർക്ക് വരും. അതോടൊപ്പം തന്നെ ഒരുപാട് ഇൻസെക്യൂരിറ്റീസും പലർക്കും കിട്ടുന്ന കാര്യം കൂടിയാണിത്. അതിനൊക്കെ മുൻപായിട്ട് ഞാൻ ഈ നൂറയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒന്ന് രണ്ട് പോസ്റ്റുകൾ വായിച്ചു തരാം. ഒന്നാമത്തെ പോസ്റ്റ് ഇങ്ങനെയാണ്: ഇതുവരെ വന്ന ബിഗ് ബോസ് കോണ്ടസ്റ്റന്റ്സിൽ ഏറ്റവും ലുക്ക് നോക്കിയാൽ നൂറ, ജാസ്മിൻ, ദിൽഷ, അതേഴ്സ്. ഇങ്ങനെ ആയിരിക്കും. ജാസ്മിൻ കൂടുതലും മേക്കപ്പ് ആണ്, ദിൽഷ പിന്നെ ഇവർ അത്ര ലുക്കില്ല, നൂറ വിത്ത് ആൻഡ് വിത്തൗട്ട് മേക്കപ്പിലും കിടു ലുക്കാണ്. സോ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ലുക്ക് നൂറ തന്നെ, നൂറ ആർമി. ഓക്കെ, അപ്പൊ അത് ഈ പെയ്ഡ് വർക്ക് ആണോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം നോട്ട് ചെയ്യണം. ജാസ്മിൻ, അതുപോലെ തന്നെ നൂറ, ദിൽഷ, ഇവരാണ് ഇത്രയും കാലത്തെ ഈ വന്നിട്ടുള്ള മത്സരാർത്ഥികളിൽ ഏറ്റവും സുന്ദരികൾ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിനകത്തുണ്ടല്ലോ ഈ പറയുന്ന പോലെ സൗന്ദര്യത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഗ്ലൂട്ടാത്തയോടൊക്കെ ചെയ്തിട്ട് ആ വെളുപ്പിച്ചെടുത്ത സ്കിൻ ആണോ എന്നുള്ളൊരു ചോദ്യം എന്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ഇവരൊക്കെ ഗ്ലൂട്ടാത്തയോൺ ചെയ്ത് വന്നിട്ടുള്ള വ്യക്തികളാണ്, അങ്ങനെ നിറം ഉണ്ടാക്കിയെടുത്ത വ്യക്തികളാണ്. സോ ക്യാമറ ലൈറ്റ് ഒക്കെ വരുമ്പോൾ ഒരു ഗ്ലോ ഒക്കെ ഇവർക്കൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പെൺകുട്ടികൾ, അമിതമായിട്ട് തൊലിവെളുത്ത പെൺകുട്ടികളാണോ സൗന്ദര്യത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഒന്നാമത് ഈ പറയുന്ന സൗന്ദര്യത്തെ പൊക്കി പിടിച്ചു കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞാൽ ഈ കാലത്ത് ഭയങ്കര മോശമാണ്. കാരണം നിറത്തിനല്ല പ്രാധാന്യം, ഒരു വ്യക്തിയുടെ മനസ്സിനാണ് പ്രാധാന്യം, അതിനാണ് യഥാർത്ഥ സൗന്ദര്യം നോക്കേണ്ടതെന്നൊക്കെ പറയുന്ന ഒരു കാലത്താണ് ഈ പറയുന്ന പോലെ കുറെ ഗ്ലൂട്ടാത്തയോണൊക്കെ ചെയ്ത് വെളുപ്പിച്ചെടുത്ത് കുറെ പെൺകുട്ടികളെ കൊണ്ടുവന്നിട്ട് സൗന്ദര്യത്തെ കുറിച്ച് പോസ്റ്റ് ഇടുന്നത്. സോ സ്വാഭാവികമായിട്ടും തൊലിവെളുപ്പാണോ സൗന്ദര്യത്തിന്റെ മറ്റൊരു ഘടകം എന്നുള്ള ചിന്ത വരും. അതോടൊപ്പം എല്ലായിടത്തും നിലനിൽക്കേണ്ടതിന്റെ പ്രധാന മാനദണ്ഡം എന്ന് പറയുന്നത് സൗന്ദര്യമാണോ എന്ന് പറയുന്ന ചോദ്യം വരും. ഞാൻ വേറൊരു പോസ്റ്റ് കൂടി വായിച്ചു തരാം. നൂറ ഒരു ലവ് സിമ്പിൾ ഒക്കെ ഉണ്ട്. ഈ പ്രാവശ്യം ബിഗ് ബോസ് തുടങ്ങുമ്പോൾ ആരുടെയും ഫാനായി നിൽക്കണമെന്ന് ആദ്യം പോയി വിചാരിച്ചതായിരുന്നു. ബട്ട് ആരുടെ ഫാൻ ആവണം എന്നൊന്നും ഒരു ഐഡിയയും ഇല്ലായിരുന്നു. അപ്പോഴാണ് കൂടുതൽ ഭംഗിയായിട്ട് തോന്നുന്ന ആർക്കാണോ അവർ ഫാൻ ആവാം എന്ന് വിചാരിച്ചത്. അങ്ങനെ എല്ലാ കോണ്ടസ്റ്റുകളുടെ എൻട്രി കഴിഞ്ഞേരെ വെറുതെ ഒന്ന് നൂറെ സെലക്ട് ചെയ്തായിരുന്നു. ബട്ട് പിന്നീട് ഇവളെ പറ്റി അറിയാൻ തുടങ്ങിയപ്പോൾ എന്റെ ആ സെലക്ഷൻ പാളിയില്ല എന്ന് മനസ്സിലായി. ലുക്കിന് ലുക്ക്, പെർഫോമൻസിന് പെർഫോമൻസ്, ഒരേ നാട്ടുകാരും ഒരേ ഏജും, അങ്ങനെ എല്ലാം കൊണ്ടും മാച്ചാണ്. എന്നെ സംബന്ധിച്ച് ബിഗ് ബോസിൽ സപ്പോർട്ട് ചെയ്യാൻ ഇവളെക്കാൾ മികച്ച മറ്റൊരാൾ ഇല്ലായിരുന്നു. ആദ്യ സെലക്ഷനിൽ ബെസ്റ്റ് ആളെ തന്നെ കിട്ടിയതിൽ ഇനി അങ്ങോട്ട് എല്ലാ സെലക്ഷനും ബെസ്റ്റ് ആവും എന്ന് കോൺഫിഡൻസ് കൂടിയുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ലുക്കാണ് പറയുന്നത്. ലുക്ക് നോക്കിയിട്ട് ആളെ സെലക്ട് ചെയ്യാന്നുള്ള തീരുമാനമൊക്കെയായിരുന്നു. സോ ഈ സമൂഹം മുൻപോട്ട് പോകുന്ന കാലഘട്ടത്തിൽ ഇത്രയും പ്രാകൃതമായ രീതിക്ക് ആളുകളുടെ സൗന്ദര്യം നോക്കിയിട്ട് തെരഞ്ഞെടുക്കുക എന്നൊക്കെ തീരുമാനിക്കുന്ന ഇത്തരം പോസ്റ്റുകൾ പോലും ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ സൗന്ദര്യത്തിന്റെ മാനദണ്ഡമാണ് സമൂഹത്തിൽ എല്ലായിടത്തും അളക്കപ്പെടുന്നത് എന്നുള്ള ഫീൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതൊരു ഷോക്കകത്തേക്ക് പോകുമ്പോഴും അതിനകത്തും സൗന്ദര്യത്തെ ആളുകൾ വിലയിരുത്തുന്നൊക്കെ മറ്റുള്ളവർക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന കാര്യമാണ്. മറ്റുള്ളവർക്ക് തോന്നും താൻ അത്രമാത്രം പോരാ, ഈ ഒരു ഓർഡിനറി ലുക്കിൽ തനിക്ക് ഒരു ആക്സെപ്റ്റൻസും കിട്ടില്ല, ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു സ്റ്റീരിയോ ടൈപ്പ് സാധനം ഉണ്ട്, അപ്പൊ താൻ ഓർഡിനറി ലുക്ക് ആയതുകൊണ്ട് തനിക്ക് ഒരു ആക്സെപ്റ്റൻസ് കിട്ടാത്തത് കൊണ്ട് ഈ സമൂഹത്തിൽ തനിക്ക് ഒരു വിലയും ഇല്ല എന്നൊക്കെ ഇവർക്ക് തോന്നിക്കഴിഞ്ഞാൽ എന്ത് മോശമായിരിക്കും. അത് അവരുടെ ഒരു വ്യക്തിത്വത്തെ ബാധിക്കുന്ന കാര്യവും ഭയങ്കരമായിട്ട് ഉൾവലിയ സംഭവമൊക്കെ സംഭവിക്കും. അപ്പൊ അത്തരം ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള പോസ്റ്റുകൾക്ക് ഉണ്ട്. പക്ഷെ ഈ പോസ്റ്റ് ഇടുന്നവന്മാർക്കൊന്നും ആ ബോധമൊന്നും ഉണ്ടാവില്ല. അവർ ഈ ഡോളറൊക്കെ പ്രതീക്ഷിച്ചാണല്ലോ പോസ്റ്റ് ഇടുന്നത്. അപ്പൊ ഏതായാലും ഇങ്ങനെ കുറെ പോസ്റ്റുകൾ കാണുന്നുണ്ട്. അപ്പൊ അതിനകത്ത് കുറെ ശരിക്കേടൊക്കെ ഫീൽ ചെയ്യുന്നോണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ഒരു വിഷയത്തിലേക്ക് വരാം.
ഇതേപോലെ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ കാണുന്ന സംഭവമാണ്. നൂറയും ആദിലും തമ്മിൽ എപ്പോ വേണേലും വേർപിരിയാം, ബിഗ് ബോസ് കഴിയുമ്പോഴേക്കും രണ്ടാളും രണ്ട് സൈഡിലേക്ക് പോകും, രണ്ടാളും സെപ്പറേറ്റ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പോസ്റ്റുകൾ കാണുന്നുണ്ട്. ഇതും ഈ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്ന കാര്യമാണ്. അതായത് രണ്ടുപേരും ഭയങ്കര സന്തോഷമായിട്ട് ജീവിക്കുന്നു, അവർ മുൻപോട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരു അവസരം വന്നപ്പോൾ അവർ ബിഗ് ബോസിലേക്ക് വരുന്നു. ഒരു ഗെയിം ഷോയുടെ ഭാഗമായിട്ട് രണ്ടുപേരും ഒരൊറ്റ കോണ്ടസ്റ്റന്റ് ആയിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. അപ്പൊ വരുന്ന കപ്പിൾ ആരാണോ അവർ നോക്കിയിട്ട് അവർ കളിക്കട്ടെ, ഗെയിം കളിക്കട്ടെ, അത് കളിച്ചു തന്നെ അവർ വിജയിക്കട്ടെ എന്നൊക്കെയാണ് വിചാരിക്കേണ്ടത്. പക്ഷെ അതിന് പകരമായിട്ട് രണ്ടുപേരും തമ്മിൽ അടിച്ചു പിരിയട്ടെ, ബിഗ് ബോസ് കഴിയുമ്പോഴേക്കും അടിച്ചു പിരിയട്ടെ എന്നൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരുടെ മനോനില എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തൊരു ബോറായിട്ടുള്ള സംഭവമാണ്. ഈ സമൂഹത്തിൽ ജീവിക്കുന്ന രണ്ട് വ്യക്തികളെ ഒന്നിച്ച് ജീവിക്കാനല്ല ആളുകൾ ഇഷ്ടപ്പെടുന്നത്, അവർ തമ്മിൽ തല്ലിക്കാനാണ്. കുറെ പേര് കമന്റ് ചെയ്യുന്ന കണ്ടിരുന്നു, അതിലെ ഭയങ്കര ടോക്സിക് ആണ്, നൂറയുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്നൊക്കെ. എല്ലാ ബന്ധങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. വാദങ്ങൾ ഉണ്ടായിരിക്കും, എതിരഭിപ്രായം ഉണ്ടായിരിക്കും, ചിലപ്പം മൂഡ് അനുസരിച്ച് പലതും പറയും. അതിനൊക്കെ ടോക്സിക് ആണോ എന്നൊക്കെ നോക്കി അളക്കേണ്ട കാര്യമൊന്നും ആർക്കും ഇല്ല. ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യന്മാരൊന്നും അല്ലല്ലോ ആരും. അപ്പൊ അതിനകത്ത് അതിലെ ടോക്സിക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ബന്ധത്തിലെ കുറ്റങ്ങൾ മാത്രം കണ്ടെത്താനാണ് നോക്കുന്നത്. ഇതിനകത്ത് ഹോമോഫോബിയ എന്ന് പറഞ്ഞ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നം കൂടി ഉണ്ട്. അതായത് സമൂഹത്തിന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്, ഇവർ ഒരുമിച്ച് ജീവിക്കുന്നവരാണ്, പാർട്ട്നേഴ്സോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ല, സ്വർഗരതിയെ അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ തങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു ബന്ധവും ഈ സമൂഹത്തിൽ വേണ്ട എന്ന് പറയുന്ന ഒരു മനോഭാവം ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണല്ലോ രണ്ടുപേരും തമ്മിൽ അടിച്ചു പിരിയട്ടെ പിരിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ നോക്കുന്ന സമയത്ത് നൂറയും ആദിലും തമ്മിൽ എന്തോ ഒരു ഡയലോഗ് കോൺവെർസേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ നോക്കുമ്പം ആദില വെറുതെ ഒരു റിപ്ലൈ ഒക്കെ കൊടുക്കുന്നുണ്ട്, അതിനകത്ത് വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോഴേക്കും അത് എടുത്തിട്ട് ഈ ആദില ഭയങ്കര ടോക്സിക് ആണ്, നൂറ് ഒഴിവാക്കി പോട്ടെ, നൂറ് രക്ഷപ്പെട്ടിട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പോസ്റ്റ് കാണുന്നുണ്ട്. ഇതൊക്കെ ഈ ഹോമോഫോബിയുടെ ഭാഗമായിട്ട് കൂടി വരുന്നൊരു കാര്യമാണ്. അല്ലാണ്ട് ഒരു ഭാര്യയും ഭർത്താവും പോകുന്ന സമയത്ത് ആരും ഇങ്ങനെ വന്ന് പോസ്റ്റ് ഇടില്ലല്ലോ. ഇതിനകത്ത് ഹോമോഫോബിയ മാത്രമല്ല, മറ്റുള്ള മനുഷ്യന്മാരുടെ ഒരു മനോവൈകൃതം കൂടി കാണാൻ പറ്റും. സന്തോഷമായിട്ട് ജീവിക്കുന്ന മനുഷ്യന്മാർ തമ്മ തല്ലി പോട്ടെ എന്നൊക്കെ പറയുന്ന ഭീകരമായിട്ടുള്ള മനോവൈകൃതം കൂടി ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പൊ അതൊക്കെ കാണുന്ന സമയത്ത് ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് വീടിനകത്ത് സരിക എന്ന് പറഞ്ഞ കോണ്ടസ്റ്റന്റ് ഈ പറഞ്ഞ നൂറ ആദില രണ്ടുപേരെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം അവരോട് പറഞ്ഞിരുന്നു. അവരുടെ ലൈഫ് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു, അത്ഭുതമായിരുന്നു, ഇഷ്ടമായി എന്നൊക്കെ പറയുന്നുണ്ട്, ആത്മാർത്ഥമായിട്ട് പറയുന്നുണ്ട്. സോ ഈ ഹോമോഫോബിയ കാരണമാണെങ്കിലും എന്ത് മനോവൈകൃതം കാരണമാണെങ്കിലും ഇവർ അടിച്ചു പിരിയട്ടെ, ബിഗ് ബോസ് കഴിയുമ്പോഴേക്കും ഇവർ തമ്മിൽ തല്ലി പിരിയട്ടെ എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ വിധി എഴുതുന്നവർക്കൊക്കെ മുമ്പിലേക്ക് സരികയെ പോലുള്ള ഓരോ ആളുകളുടെ അഭിപ്രായം വരുന്ന സമയത്ത് പേഴ്സണലി എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. കാരണം ഇവരെ അംഗീകരിക്കുന്ന കുറെ പേരുണ്ട്, ഇവർ സന്തോഷമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കുറെ പേരുണ്ട്. അപ്പൊ അത്തരം ആളുകൾ പറയുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും എനിക്ക് സന്തോഷം ഫീൽ ചെയ്യും. ആ സന്തോഷത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നതും. ഏതായാലും ഈ പറയുന്ന നൂറയും ആദിലയും സെപ്പറേറ്റ് ആവില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ പറയുന്ന മനോരോഗികളെ പോലെ ഒരു ഹോമോഫോബിയ മൂത്തിട്ടും ഞാൻ ഈ പറയുന്ന പോലെ ഒന്നും പറയില്ല, ആഗ്രഹിക്കില്ല. അവർ സന്തോഷമായിട്ട് ഇതുപോലെ തന്നെ പോട്ടെ. പിന്നെ ഈ പറയുന്ന പോലെ നൂറയുടെ സൗന്ദര്യത്തെ ഭയങ്കരമായിട്ട് അളക്കുന്ന ഈ ഒരു മനോഭാവം ഭയങ്കര മോശമാണ്. നിങ്ങൾക്ക് സൗന്ദര്യം ആസ്വദിക്കാം, പക്ഷെ അത് സമൂഹത്തിന് മുൻപിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അത് കുറെ പേര് അപ്പുറത്ത് മുറിവേൽപ്പിക്കും, കുറെ പേരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കും. ഓർഡിനറി ലുക്കിംഗ് എന്ന് പറയുന്ന സംഗതിക്ക് ഈ ലോകത്ത് യാതൊരു പ്രസക്തിയും ഇല്ല എന്നുള്ള തെറ്റായിട്ടുള്ള ധാരണ വരും തുടങ്ങിയിട്ട് കുറെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പറ്റുമെങ്കിൽ ഇത്തരം പോസ്റ്റുകൾ ഇടാണ്ടിരുന്നു കഴിഞ്ഞാൽ അത് സമൂഹത്തിന് നല്ലൊരു കാര്യം കൂടിയാണെന്നാണ് എന്റെ അഭിപ്രായം.